നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളൊരു ചെറിയ ഗ്രൂപ്പാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ആദ്യമായിട്ടാണ്. പല വേദികളിലും ഞാൻ പാട്ടായിട്ടും ഈ മോണാക്റ്റായിട്ടും ഒക്കെ ഞാൻ വേദികളിൽ കയറിയിട്ടുണ്ട്. പക്ഷേ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇന്നാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ള എനിക്കൊരു അവസരം കിട്ടിയത്. ആദ്യമേ തന്നെ എനിക്ക് ഈ ഒരു അവസരത്തിന് കാരണമായിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ഭൂമിയിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എൻ്റെ പപ്പ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന JP സാറ്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് സത്യം പറഞ്ഞ കാരണം. ഞാൻ ഫ്രം മൈ ഹാർട്ട് ഞാൻ തുറന്നു പറയാണ്. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ സത്യം പറഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത് സത്യം പറഞ്ഞാൽ തസ്കിയ വഴിയാണ്. തസ്കിയയുടെ ഫസ്റ്റ് വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പം ഈ ഒരു വേദി ഇപ്പം ഇവിടെ വന്ന് സംസാരിക്കാനുള്ളൊരു ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ശരിക്കും തസ്കിയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ട സമയത്ത് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ ഓക്കെ ആണ്, ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ എത്തിയാൽ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റും എന്നൊരു തോന്നൽ വന്ന് തസ്കിയുടെ ആ ഒരു വീഡിയോ കാര്യങ്ങൾ, അവളുടെ ലൈഫ്, അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ ആ ഒരു കഥ സ്റ്റോറീസൊക്കെ കേട്ടത് മുതലാണ്. അപ്പോൾ ഞാനിവിടെ വന്നു. എൻ്റെ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത്രത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര ബെസ്റ്റ് ഇമ്പ്രഷൻ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ സാറോട് ഫസ്റ്റ് സംസാരിച്ച തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയി കരഞ്ഞ് എൻ്റെ പാസ്റ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ്. അപ്പോഴും സത്യം പറഞ്ഞാൽ സാറ് സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വസിപ്പിച്ചു. മോളെ നമുക്ക് നോക്കാം, നീ വാ, നാളെ തന്നെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യ്, നമുക്ക് നോക്കാം, അടിപൊളിയാക്കാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സത്യം പറഞ്ഞേ ഞാനിവിടെ വന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. എല്ലാവരും ഭയങ്കര ആകാംക്ഷ, എക്സൈറ്റാണ്, ക്ലാസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുക്കാൻ പോകുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു മൈക്ക് ഇവിടെ ഈ ഒരു വേദിയിൽ ഈ ഒരു മൈക്കിൽ സംസാരിക്കുന്നതിനെ, അതായത് എൻ്റെ ഈ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ടറാണ്. ഇൻട്രോവേർട്ടർ ഞാൻ ഒരാളോടും ഞാൻ സംസാരിക്കില്ലായിരുന്നു. ഇവിടെ വന്നു ഓക്കെ ആയി. പിന്നെ ക്ലാസ്സൊക്കെ അഡ്ജസ്റ്റ് ആയി. പിന്നെ ഇവരെ മാക്സിമം ഇവിടുന്ന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ പഠിത്തമൊക്കെ ഇമ്പ്രൂവ് ആയി. എൻ്റെ മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്താണ് ഞാൻ മനസ്സിലാക്കാനും അങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാനൊക്കെ ഞാൻ തുടങ്ങി. അങ്ങനെ ഇമ്പ്രൂവ് ആയി നല്ലൊരു സ്കോറിലേക്ക് അവസാനം എത്തിപ്പെട്ടു. എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു 670 ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്നു സ്കോറ് കഴിഞ്ഞ വർഷം. പക്ഷേ എക്സാം ഹാളിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവച്ച് കോളാക്കിയതാണ്. ടെൻഷൻ എന്ന ഫാക്ടർ കാരണം എന്നെക്കൊണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞ് പോയി. ഞാൻ ഫസ്റ്റ് എല്ലാം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, ഒന്നിനും കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. രണ്ടാമതും ഇവിടേക്ക് തന്നെ വന്നു. അപ്പം സാറോട് സംസാരിച്ചു, പപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമതും വന്ന് ചെയ്യാം ഓക്കെ അങ്ങനെയൊക്കെ ഒരു മൈൻഡിലേക്ക് വന്നു. എന്നിരുന്നാൽ കൂടി ക്ലാസ്സിലുണ്ട് എന്നല്ലാതെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ജസ്റ്റ് ഒരു ക്ലാസ്സിലുണ്ട്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലാതെ ഞാൻ ഫുള്ളി മൈൻഡൊന്നും മൊത്തം നോക്കിയില്ലായിരുന്നു. എന്നിരുന്നാലും സാറും സ്നേഹ മിസ്സൊക്കെ വരുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ എന്നോടെപ്പോഴും പറയും, മോളെ നന്നായിട്ട് പഠിക്കണേ, നന്നായിട്ട് ചെയ്യണേ ഒക്കെ പറയും. സത്യം പറഞ്ഞാൽ അവരോട് സംസാരിക്കുന്നതിന് തന്നെ നമുക്കൊരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ തന്നുണ്ട്. അവസാനത്തോട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഒരു LHയിൽ നിന്ന് ഒരു അവസാനത്തെ 3 മാസം മുന്നേ ഏകദേശം ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ ബുക്ക് തുറന്ന് വെക്കാന്നല്ലാതെ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കരയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ. ഒരു ബുക്ക് തുറന്ന് വെക്കാന്നല്ലാണ്ട് ഒന്നും ടെൻസ്ഡായിട്ട് ഒന്നും കയറുന്നില്ലായിരുന്നു. അങ്ങനെ പപ്പനെ വിളിച്ച് കരച്ചിലായി. അങ്ങനെ എന്നിട്ട് അങ്ങനെ സാറ് സംസാരിച്ച സമയത്ത് TKയിലേക്ക് എങ്ങനെയെങ്കിലും ഷിഫ്റ്റായിട്ട് അവിടുന്ന് ചെയ്യാം, വീട്ടിൽ നൈറ്റ് പോകാം എന്നൊരു കണ്ടീഷനായി. അങ്ങനെ സാറ് എന്തിനും കട്ട സപ്പോർട്ടായിരുന്നു. കാരണം സാർക്ക് അറിയാം ഞാൻ വർക്ക് ചെയ്യും, ഞാൻ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നു, സാർക്ക് അറിയായിരുന്നു. അങ്ങനെ
പപ്പയായിട്ട് സംസാരിച്ചൊക്കെ പപ്പയും ചേച്ചിയായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ ഈ ഒരു സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ കാരണമായിട്ടുള്ള പപ്പ കൊണ്ട് മാത്രമാണ്. അപ്പം അത്രയും അങ്ങനെ അത്രയും എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ഒരു ഗ്യാപ്പ് വന്നതിനെ കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തവരേക്ക്. സോ അങ്ങനെ ഒക്കെ റെഡിയാക്കി. പിന്നെ ലാസ്റ്റിലോട്ട് പിന്നെ അതിൻ്റെ മാർക്കൊക്കെ കുറച്ചൊന്ന് കയറി. പിന്നെ രണ്ടാമതും താഴേക്ക് പോയി. അങ്ങനെ ഭയങ്കര ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാറ് ഇടയ്ക്കിടയ്ക്ക് വന്നു. ഇടയ്ക്ക് വരുന്ന സമയത്ത് എല്ലാ TKയിൽ വരുന്ന സമയത്ത് എന്നോട് ചോദിക്കും, എന്താ മോളെ മാർക്കൊന്നും കാണുന്നില്ലല്ലോ, നന്നായിട്ട് പഠിക്കണേ. ഞാൻ പറയും സാർ എനിക്ക് പഠിക്കായിട്ടല്ല, എനിക്ക് ടെൻഷൻ കൊണ്ടാണ്, ഞാൻ അത്രയും ഭയങ്കര സ്ട്രെസ്സിലാണ്, അതുകൊണ്ട് എനിക്ക് മാർക്ക് കയറാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ അപ്പോഴും എന്നെ വിശ്വസിച്ചു. എന്നെ എൻ്റെ എത്രയും നല്ല കട്ട സപ്പോർട്ടായിരുന്നു. അങ്ങനെ അവസാനത്തോട് സത്യം പറഞ്ഞാൽ സാർ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ സത്യം പറഞ്ഞാൽ എന്നെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ പേപ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്ക് ആ ഒരു പൊസിഷൻ ഞാൻ എവിടെയാണ് എങ്ങനെയാണ് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സ്കോർ കുറവായിരുന്നു. എനിക്ക് അത് ചെയ്ത സമയത്ത് ഭയങ്കര ടെൻസ്ഡായി. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നതൊക്കെ എൻ്റെ ഭാഗത്ത് ഈ ഒരു പോർഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം, ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ധാരണയായി. അപ്പോൾ അത് വെച്ച് ശരിയാക്കാൻ തുടങ്ങി. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ത് കാര്യത്തിന് ഇവർ കട്ട സപ്പോർട്ടായിരുന്നു. JP സാറായാലും സ്നേഹ മിസ് ആയാലും. എന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മാളു എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരെങ്ങനെയാണോ എന്നെ കെയർ ചെയ്യണത് അതിലും അടിപൊളിയായിട്ട് എന്നെ എന്താ പറയുക ഇവരെ മകളെ പോലെയാണ് ഇവരെന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒത്തിരി ഒരു മനസ്സിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവലും സന്തോഷമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് അവസാനത്തോട്ട് ഇങ്ങനെ ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ 680 ആണ്. ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റിയത് അതുകൊണ്ടാണ്. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പം സംസാരത്തിൽ തന്നെ മനസ്സിലാവും കുറച്ചൊരു ആങ്സൈറ്റി കൂടുതലാണ്. ചില സമയത്ത് കട്ടായി പോകുന്നുണ്ട്. അതൊക്കെ തന്നെ ആ ഒരു ക്യാരക്ടർ ആ ഒരു ആറ്റിറ്റ്യൂഡിന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ വന്ന് സംസാരിക്കാൻ പോലും എനിക്ക് ധൈര്യമില്ല. ഈ ഒരു മൈക്ക് പിടിക്കാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പ പ്ലസ് JP സാറൻ ഈ ഒരു ഹോൾ ടീമാണ് സത്യം എനിക്ക് ഒരു കോൺഫിഡൻസ് തന്നത് ഇവർ മാത്രമാണ്. പിന്നെ അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ വിട്ടുപോയി. ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് അടിപൊളി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കൺസൾട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ വേറൊരു കോഴിക്കോട് ഒരു സ്ഥാപനത്തിലായിരുന്നു 2-3 വർഷം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ അവിടുത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാച്ചിലായിരുന്നു, എയിംസ് ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ബട്ട് എനിക്ക് നോർമലി ഞാൻ അവിടുത്തെ ഒരു സാധാരണ ഒരു കുട്ടി എന്നുള്ള ഒരു പരിഗണന അല്ലാതെ റാങ്ക് ഹോൾഡേഴ്സിന് അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 10 റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊന്നുപോലെ കൊണ്ടുനടക്കായിരുന്നു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു സാധാരണ എന്താ പറയുക ഒരു ആവറേജ് കുട്ടിയായിരുന്നു. അതിനനുസരിച്ചുള്ള ഒരു മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഗ്രാഫ് കൂടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വർക്ക് ചെയ്യുന്ന എനിക്ക് എഫേർട്ട് എടുക്കുന്നതിനാണ് ഇവിടെ എല്ലാവരും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ മക്കൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒന്നല്ല ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും ഇമ്പോർട്ടൻസ് നൽകിയത്. വർക്ക് ചെയ്യുന്നത് ആരോ അവർക്കാണ് പ്രാധാന്യം നൽകിയത്. പിന്നെ എനിക്ക് പറയാനുള്ള ഞാൻ കാട് കയറി സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അത് സത്യം തുറന്നു പറയാം. പിന്നെ ഞാൻ ഇത്രയും കാലത്തോളം പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അവനവനിൽ വിശ്വസിക്കുക. നമ്മൾക്കിപ്പോൾ എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ ക്യാപ്പബിൾ ആണെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുക. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ അവർ തരുന്ന സപ്പോർട്ടിനെ അതിനെ ആത്മാർത്ഥമായിട്ട് തന്നെ അതിനെ കാണുക. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിനെ വിശ്വസിക്കുക. അതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ മെയിൻലി എൻ്റെ റിസൾട്ടിലേക്ക് കാരണം. കാടുകാർ പറഞ്ഞു പോയിട്ടുണ്ട്. എനിവേ എന്നെ കേട്ടുന്നതിന് നന്ദി.